നമുക്കൊപ്പം തിരുവനന്തപുരത്തു നിന്നും അഞ്ജു ജയപ്രകാശ് കൂടി ചേരുന്നുണ്ട്. തിരുവനന്തപുരം പേട്ടയിലെ 2 വയസ്സുകാരിയുടെ തിരോധാനത്തിൽ ദുരൂഹത നീക്കാനാവാതെ പോലീസ്. ബ്രഹ്മോസിന്റെ പുറകുവശത്തെ കാടുകേറിയ പ്രദേശത്തെ ഓടയിൽ എങ്ങനെ കുഞ്ഞെത്തി എന്നതിൽ വ്യക്തത വരുത്താൻ ഇതുവരെയും പോലീസിന് സാധിച്ചിട്ടില്ല. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും നിർണായകമായതൊന്നും കണ്ടെത്താനായിട്ടില്ല. അഞ്ജു ജയപ്രകാശ് ചേരുന്നു. അഞ്ജു ജയപ്രകാശ്, ഇരുട്ടിൽ തപ്പുകയാണോ പോലീസ്? അരുൺ, ഇന്നും പോലീസിന് കൃത്യമായ മറുപടിയില്ല. പ്രതികളിലേക്ക് എത്തുന്ന CCTV ദൃശ്യങ്ങളൊന്നും കഴിഞ്ഞ ദിവസം പരിശോധിച്ചതിൽ ഇല്ല എന്നതാണ് പോലീസിൽ നിന്ന് വ്യക്തമാവുന്ന വിവരം. പക്ഷേ കുഞ്ഞ് ഓടയിലേക്ക് എത്തിയത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഇപ്പോഴും പോലീസിന് വ്യക്തമായ ഉത്തരമില്ല. നടന്നു പോവില്ല, കുട്ടി ഒറ്റയ്ക്ക് നടന്ന് അവിടെ എത്തത്തില്ല എന്ന് പോലീസ് പറയുമ്പോൾ പിന്നെ ആര് ആ കുട്ടിയെ ആ ഓടയിലേക്ക് കൊണ്ടുപോയി, അവിടെ എങ്ങനെ കുട്ടി എത്തി എന്നതിനെ കുറിച്ച് പോലീസിന് ഇതുവരെ വ്യക്തമായ സൂചനകളൊന്നുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ പല CCTV ദൃശ്യങ്ങളും പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ചിലത് പോലീസിന് സംശയം തോന്നിയ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നൽകിയതും. പക്ഷേ ആ ദൃശ്യങ്ങളല്ല എന്ന് പിന്നീട് പോലീസ് സ്ഥിരീകരിക്കുകയും മറ്റു ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിലേക്ക് പോകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ CCTV ദൃശ്യങ്ങളിലൊന്നും പരിശോധിച്ചതിൽ മഞ്ഞ സ്കൂട്ടർ ഇല്ല, കുട്ടിയെ കടത്തിക്കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളില്ല, ഒന്നും തന്നെ പോലീസിന് ലഭ്യമായിട്ടില്ല. ആകെയുള്ളത് ഈ ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയ സ്ഥലം. അവിടെ നിന്ന് ഇന്നലെ ഫോറൻസിക് സംഘം പഴുതടച്ചുകൊണ്ടുള്ള പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ പുതിയ തീപ്പെട്ടിക്കൂടുകൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ റെയിൽവേ പാളത്തിന് തൊട്ടടുത്തുള്ള സ്ഥലമാണ്. നിരവധി വേസ്റ്റുകൾ മുമ്പേ ഡംപ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ പഴയതേത് പുതിയതേത്, ഈ സംഭവവുമായി ബന്ധമുള്ളതാണോ, ഇതൊക്കെ ഇനി ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വ്യക്തമാകുകയുള്ളൂ എന്നാണ് CCTV ദൃശ്യങ്ങളിലും നിർണായകമായതൊന്നുമില്ല. ഫോറൻസിക് പരിശോധനയിലും കാര്യമായ തുമ്പ് കിട്ടിയിട്ടില്ല. പ്രതിയെക്കുറിച്ചുള്ള ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. ആളൊഴിഞ്ഞ പ്രദേശമാണ്, വിജനമായ സ്ഥലത്താണ് കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും കുഞ്ഞ് സ്വന്തമായി അവിടേക്ക് പോകാനുള്ള സാധ്യതയില്ലെന്നുള്ളത് ഏറെക്കുറെ തീർച്ചയായിരിക്കുന്നു.